ആമവാദം, സന്ധിവാദം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഓട്ടോൺ ഇമ്മ്യൂൺ വിഭാഗത്തിൽപ്പെടുന്ന രോഗമാണ്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ബാലൻസ് നഷ്ടപ്പെട്ട് സ്വന്തം ജോയിന്റുകളെ, സന്ധികളെ ആക്രമിക്കാൻ, നശിപ്പിക്കാൻ തുടങ്ങുന്ന അവസ്ഥയാണിത്. എന്താണ് നമ്മെ അണുബാധകളിൽ നിന്നും മറ്റ് ബാഹ്യ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കാനായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഇമ്മ്യൂൺ സിസ്റ്റം സ്വന്തം ശരീരകോശങ്ങൾക്കെതിരെ തിരിയാനും അവയവങ്ങളെ ആക്രമിക്കാനും നശിപ്പിക്കാനും കാരണം? മോഡേൺ മെഡിസിനിൽ പല പുതിയ മരുന്നുകളും ഓപ്പറേഷനുകളും ഒക്കെ സന്ധിവാത ചികിത്സയ്ക്കായി വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മരുന്നുകൾ ദീർഘകാലം ഉപയോഗിച്ചാലും രോഗം മാറുന്നില്ല എന്ന് മാത്രമല്ല, അസ്വസ്ഥതകൾ തുടരുകയും ചെയ്യുന്നു. പലപ്പോഴും മരുന്നുകളുടെ പാർശ്വഫലങ്ങളും ഒരു പ്രശ്നമായി മാറുന്നു. സന്ധിവാതം ഒരു ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ എങ്ങനെ മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താനും ഓപ്പറേഷൻ ഒഴിവാക്കാനും വേദനകളില്ലാതെ സന്ധികളുടെ വഴക്കം നഷ്ടപ്പെടാതെ നിലനിർത്താനും കഴിയുമെന്ന് നോക്കാം. സന്ധിവാതത്തെക്കുറിച്ച് പറയുമ്പം ആദ്യം നമ്മൾ ഈ സന്ധികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മളുടെ ഫ്ലെക്സിബിലിറ്റിക്ക് അല്ലെങ്കിൽ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്സ്, നമ്മളുടെ ബോഡിയുടെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളുടെ ഫ്രെയിം വർക്ക് ചെയ്തിരിക്കുന്ന ബോൺ വെച്ചാണല്ലോ. ഈ ബോണുകൾ ഒറ്റ ഒരു ബോണായിട്ടിരുന്ന് കഴിഞ്ഞാൽ അതിന് ഫ്ലെക്സിബിലിറ്റിയോ അല്ലെ മൂവ്മെൻറ്റ്സ് കിട്ടില്ലല്ലോ. അതുകൊണ്ട് അതിനെ പല പീസായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓരോ പീസുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്. കൂടുതലും രണ്ട് ബോണുകൾ തമ്മിലായിരിക്കും ചേരുന്നത്. ചിലയിടത്ത് മൾട്ടിപ്പിൾ ജോയിൻസ്, മൂന്ന് ജോയിൻ. ഇപ്പം നമ്മുടെ മുട്ടിൻ്റെ ജോയിൻറ്റിലാണെങ്കിൽ 3 ബോണുകൾ കൂടിയാണ്, 3 എല്ലുകൾ കൂടിയിട്ടുള്ളതാണത്. അപ്പോൾ അങ്ങനെ പല രീതിയിലും വരാം. ബേസിക്കലി മിക്കവാറും 2 എണ്ണമായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് അതിനുള്ളിൽ ഒരു ജോയിൻറ്റ് ക്യാപ്സ്യൂൾ ഉണ്ടാകും, പിന്നെ ടെൻഡൻസ് ഉണ്ടാകും. അതായത് ഒരു ജോയിൻറ്റിൻ്റെ, ഒരു എല്ലിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് മറ്റേ ജോയിൻറ്റുമായിട്ട് ചെയ്യുന്ന മസിൽ ജോയിൻ ചെയ്യുന്നതിനെയാണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പം മുകളിൽ ഇപ്പം കൈയുടെ ഇവിടെ നിന്നാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് നമ്മൾ ഒരു മസിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ടാകും. ഇതെല്ലാം കൂടിയാണ് നമ്മൾ അതിനെ പിടിച്ചു നിർത്തുന്നത്. ഒരു ജോയിൻറ്റ് ക്യാപ്സ്യൂൾ ഉണ്ടാകും. പിന്നെ ഈ ക്യാപ്സ്യൂളിൻ്റെ ഈ ബോണിൻ്റെ എല്ലാം ഉള്ളിൽ ഒരു സൈനോവിയൽ മെംബ്രെയിൻ എന്ന് പറയും, ഒരു പ്രത്യേകതരം മെംബ്രെയിൻ ഉണ്ടാകും. അതൊരു ഫ്ലൂയിഡ്, ഒരു ദ്രാവകം ഉണ്ടാക്കുന്നുണ്ടാവും. അതാണ് ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ടും ഷോക്ക് അബ്സോർബറായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഇതിനകത്തൊരു ഇപ്പം നമുക്ക് കാറിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുമല്ലോ ഷോക്ക് അബ്സോർബർ എന്ന് പറയുന്ന പോലെ, അതിനൊരു ഗ്രീസോ ഓയിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണും. അതുപോലെ ഇതിനകത്ത് നമ്മുടെ ജോയിൻറ്റിനകത്ത് മൂവിങ് പാർട്ടല്ലേ, അപ്പോൾ എപ്പോഴും അവിടെ ഒരു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഈ ഫ്ലൂയിഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിനാണ് ഈ സൈനോവിയൽ മെമ്മറയിലാണ് ഈ ഫ്ലൂയിഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ആർത്രൈറ്റിസിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ സൈനോവിയൽ മെംബ്രെയിനും ഈ ജോയിൻറ്റ് ക്യാപ്സ്യൂളും ഈ ടെൻഡൻസും ഇതിലെല്ലാത്തിനും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ വെള്ള രക്താണുക്കളും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളും ഉണ്ട്. അവരുണ്ടാക്കുന്ന ആൻറ്റിബോഡീസ്, ഇന്റർലൂക്കിൻസ് എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ, കെമിക്കൽസും ഉണ്ട്. ഇത് നമ്മളുടെ ജോയിൻറ്റിൻ്റെ സെല്ലുകൾക്ക് അഗെയിൻസ്റ്റായിട്ട്, ഈ നമ്മളുടെ ജോയിൻറ്റ് ക്യാപ്സ്യൂളിന് അഗെയിൻസ്റ്റായിട്ട്, അല്ലെങ്കിൽ ബോണിന് അഗെയിൻസ്റ്റായിട്ട് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ കാർട്ടിലേജ് എന്ന് പറയും, അതിന് ബോണിൻ്റെ അറ്റത്തെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്രോയിങ് പാർട്ടും, അതിനാണ് ഗ്രോയിങ് പവർ ഉള്ളത്. ബോണിൻ്റെ ഗ്രോയിങ് പാർട്ടാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പുതിയ ബോൺ സെൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ വാതരോഗങ്ങൾ. നമ്മൾ പറയുമല്ലോ ആമവാദം, സന്ധിവാദം, ഇതെല്ലാം അതിലാണ് വരുന്നത്. അതുപോലെ തന്നെ മറ്റുണ്ട് സോറിയാറ്റിക് ആർത്രൈറ്റിസ്, SLE, സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമറ്റോസിസ്. ഇതൊക്കെ ഒരു ഓർഗനെ മാത്രമല്ല ബാധിക്കുന്നത്. പലപ്പോഴും ജോയിൻറ്റിന് പ്രാധാന്യം കൊടുത്തു വരുന്നതിനെയാണ് ശരിക്കും പറഞ്ഞാൽ പല ഓർഗൻ ഉണ്ടല്ലോ, അതിൽ ജോയിൻറ്റിന് കൂടുതൽ വരുമ്പോഴാണ് നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പം SLE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ചിലപ്പം കിഡ്നിയൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് കാണിക്കുന്നത്. പക്ഷെ മിക്കവാറും മസിലിനും ജോയിൻറ്റിനും
കിഡ്നിക്കും ഒക്കെ വരും. അതുപോലെ തന്നെ ഈ ആമവാദം ഉള്ളവർക്ക് കണ്ണിനെ ബാധിക്കാം. യൂവിഐറ്റിസ്, ക്ലിയറൈറ്റിസ്, നമ്മുടെ ഈ വെളുത്ത ഭാഗം, അതിൻ്റെ ബാക്കിലുള്ള കറുത്ത ഭാഗം, ഇനിയൊക്കെ വേണമെങ്കിലും ബാധിക്കാം. ഏത് അവയവത്തിനെയും വേണമെങ്കിലും ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് ബാധിക്കാം. അപ്പോൾ നമ്മൾ ഈ അമവാദം അല്ല ജോയിൻ്റ് ആർത്രൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക്കലി ജോയിൻസിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. മിക്കവരിലും ഒരു 15 മുതൽ 25% പേഴ്സിൽ അല്ലാത്ത ഓർഗൻസിനെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഞാൻ ഈ പറഞ്ഞ കണ്ണ്, അങ്ങനെ ഓരോരോ അവയവങ്ങൾ. പിന്നെ ഇതിന് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് സിംറ്റംസ് വെച്ച് ജോയിൻ്റ് മൂവ് ചെയ്യാനും അനക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വരും, വേദന വരും, നീര് വരും. പിന്നെ നമ്മളിങ്ങനെ കാലയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇങ്ങനെ വിരൽ അങ്ങോട്ട് തിരിഞ്ഞു പോകും. വിരലുകളുടെ കയ്യിൽ നമുക്ക് അത്രയും നോട്ട് ചെയ്യാൻ പറ്റില്ല. കാലിൻ്റെ വ്യത്യസ്തം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പെരുവിരലൊക്കെ ഒരു സൈഡിലേക്ക് പോകും, അല്ല പെരുവിരലും അത് കഴിഞ്ഞിട്ടുള്ള വിരലും തമ്മിലുള്ള വ്യത്യാസം വരും. അപ്പം വേദനയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ ജോയിൻറ്റിൻ്റെ അതിൻ്റെ ആക്സിസ് അല്ലെങ്കിൽ അതിൻ്റെ ആ കറക്റ്റായിട്ടിരിക്കുന്ന പൊസിഷന് വ്യത്യാസം വരാം. പിന്നെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആകെ വളഞ്ഞു പോകും, വേദന ഒക്കെ ഫിക്സ്ഡായി പോകും. ഈ ജോയിൻറ്റ് ക്യാവിറ്റി തന്നെ ഇല്ലെന്നായി പോകുമ്പോഴാണ് വിരലുകളൊക്കെ ഇതായിട്ട് വളഞ്ഞൊക്കെ പോയി വരുന്നത്. അതാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ നമ്മൾ ശരിക്കും എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഒരു വെള്ളം പോലും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റാത്ത നിലയിലേക്ക് വരും. കാരണം വിരലുകൾ തന്നെ അടുപ്പിച്ച് പിടിക്കാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. കാരണം നമുക്ക് ആ മൂവ്മെൻറ്റ് വരണമെന്ന്, നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കൈയുടെയൊക്കെ ഡെക്സ്ട്രിറ്റ് അത് പോകും. അതാണ് തന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ ഡയഗ്നോസിസിൽ നമ്മൾ ടെസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോഇമ്യൂൺ ആൻറ്റിബോഡീസ് ആണ് നോക്കുന്നത്. റുമറ്റോയിഡ് ഫാക്ടർ നോക്കാം. പിന്നെ അതുപോലെ anti-CCP എന്ന് പറയുന്ന വേറൊരു ആൻറ്റിബോഡി ഉണ്ട്. പിന്നെ ESR കൂടുതലായിരിക്കും. ESR ആണ്, അതായത് ജനറലി ഉള്ള ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്. മറ്റേത് ഓട്ടോഇമ്യൂൺ ഫാക്ടേഴ്സ് ആണ് നോക്കുന്നത്. പിന്നെ ജനറൽ ഇൻഫ്ലമേറ്ററി ഫാക്ടേഴ്സ്, CRP, HSCRP, ഇതൊക്കെ മിക്കവാറും ഈ പേഷ്യൻസിൽ കൂടുതലായിരിക്കും. പിന്നെ ബ്ലഡ് കൗണ്ട് നോക്കാം, അതായത് WBC കൗണ്ട്. അപ്പം ചിലപ്പം പലരിലും WBC കൗണ്ട് കൂടുതലാകാം. പിന്നെ കുറേ നാൾ കഴിയുമ്പോഴേക്കും ചിലപ്പം ഈ അനീമിക്, രക്തക്കുറവും വരാം ഇവർക്ക്. അതുപോലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും കുറഞ്ഞു പോകാം. അതായത് നമ്മുടെ ബോണിനെ മാത്രമല്ല, ബോൺ മാരോയും കൂടെ. അതായത് ബോൺ മാരോ എന്ന് പറയുമ്പോൾ മജ്ജയ്ക്കകത്താണല്ലോ ഈ WBCയും RBCയും പ്ലേറ്റ്ലെറ്റും ഒക്കെ ഉണ്ടാക്കുന്നത്. അതിനെയും കൂടെ ബാധിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ എണ്ണവും കുറഞ്ഞു വരുന്നതായിരിക്കും കാണുന്നത്. ചില കണ്ടീഷനിൽ ഈ WBCs കൂടുതലായിരിക്കും. ചിലപ്പം ഈ WBC ഒക്കെ ആണെങ്കിലും ലോ നോർമലും പിന്നെ ഹീമോഗ്ലോബിനും RBCയും പ്ലേറ്റ്ലെറ്റും ഒക്കെ കുറഞ്ഞു വരുന്നതും കാണാം. പിന്നെ ഇത്തരം പേഷ്യൻസിന് നമ്മൾ പ്രത്യേകിച്ച് നോക്കുന്നത് കിഡ്നി ഫംഗ്ഷനാണ്. ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ്, പ്രത്യേകിച്ച് ആർത്രൈറ്റിസ് ഉള്ളവർക്ക് കിഡ്നിയും ബാധിക്കാം. അപ്പം കിഡ്നിയെ ബാധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ, GFR എല്ലാം നോക്കുമ്പോൾ നമ്മൾ ക്രിയാറ്റിനോ യൂറിയനോ നോക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ ഏറ്റവും ലാസ്റ്റ് കിഡ്നി കംപ്ലീറ്റ് ഫെയിലിയർ ആയി കഴിയുമ്പോഴേ അതൊക്കെ കൂടുകയുള്ളൂ. നമ്മൾ GFR, മൈക്രോ ആൽബുമിൻ, യൂറിൻ കൂടെ ആൽബുമിൻ പോകുന്നുണ്ടോ, RBC പോകുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. മറ്റതൊക്കെ എൻഡ് സ്റ്റേജിൽ മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ, ഏർലി തിരിച്ചറിയണമെന്നുണ്ട്. പിന്നെ ചിലർക്ക് ലിവറിനെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓട്ടോഇമ്യൂൺ ലിവർ ഡിസീസും വരാം. അപ്പം ലിവർ എൻസൈംസ് കൂടുതലായിട്ട് കാണും. പിന്നെ ഉള്ളത് നെക്സ്റ്റ് നോക്കാവുന്നത് ഈ ജനറ്റിക്, അതായത് കുടുംബപരമായിട്ട് വരുന്നതിലാണെങ്കിൽ HLA ടൈപ്പിംഗ് എന്ന് പറയും. HLA എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആൻറ്റിജൻ എന്നാണ് പറയുന്നത്. അതിൽ ചില DRA1, DRB1 എന്നൊക്കെ പറഞ്ഞ് ചില ജീൻസ് ഉണ്ട്. അതിൽ മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം ആൾക്കാർക്ക് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണെന്നുള്ളതാണ്. അത് മാത്രമേ ഉള്ളൂ, അതിന് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. നമ്മളൊരു ജീൻ സ്റ്റഡി ഒന്നും നടത്തേണ്ട കാര്യം വരുന്നില്ല ശരിക്കും എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ. പിന്നെ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം SLE, അതായത് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിൻ്റെ ഭാഗമാണോ എന്നുള്ളത്. അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആൻറ്റി ന്യൂക്ലിയർ, അതായത് നമ്മളുടെ ന്യൂക്ലിയസിൽ DNA എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് വരാൻ തുടങ്ങും. DNA ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡീസ് എന്നുള്ളത് ANA പോസിറ്റീവ് എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ ഒരു SLE എന്ന്, അപ്പം ആർത്രൈറ്റിസ് ഉള്ളൊരു പേഷ്യൻറ്റിന് ANA കൂടെ പോസിറ്റീവ് ആണ്, അതിനെ നമ്മൾ SLE എന്ന് എടുക്കും. അപ്പം മറ്റുള്ള ഓർഗനും കൂടെ വരാനുള്ള സാധ്യത അവരിൽ വളരെ കൂടുതലായിരിക്കും. അപ്പം ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി പോസിറ്റീവ് അല്ലെങ്കിൽ മറ്റേ ഓർഗൻ വരില്ല എന്നല്ല, പക്ഷെ കുറച്ചും കൂടെ സാധ്യത കുറവായിരിക്കും.
പിന്നെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആണ്. അത് സ്കിൻ ഡിസീസും കൂടെ എൻ്റെ കൂടെ ഉണ്ടാകും. സോറിയാസിസ്, ഈ സ്കിൻ പൊളിഞ്ഞു പൊളിഞ്ഞു വരുന്നത് പോലെയുള്ള സ്കിൻ ഡിസീസും ആർത്രൈറ്റിസും കൂടെ വരുമ്പോൾ അതിനെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയും. പിന്നെ ഫൈബ്രോമയാൾജി, അതായത് മസിൽ പെയിൻ ആയിരിക്കും അവർക്ക് കൂടുതൽ, ഒന്ന് എഴുന്നേക്കാനോ ഇരിക്കാനോ എല്ലാം മൊത്തത്തിൽ ബോഡി പെയിൻ ആയിരിക്കും ഫൈബ്രോമയാൾജി എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഏതെല്ലൊക്കെ ഇതിപ്പോൾ ആ സിംറ്റം വൈസ് പ്രിഡോമിനൻസ് വൈസ് നമ്മളൊരു പേരിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ. ശരിക്കും ഇതെല്ലാം ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്. അത് ഏത് അവയവത്തെ അല്ലെങ്കിൽ ഏത് ഓർഗനെ ഏത് പാർട്ടിനെ, ഇപ്പം ജോയിന്റിനെ ആക്രമിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബാധിച്ചാൽ എല്ലാ ജോയിന്റിനും ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് കയ്യിലെ ജോയിൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലർ മുട്ടിനായിരിക്കും മേജർ പ്രശ്നം. അതങ്ങനെ ഓരോ രീതിയിലും വരും. പക്ഷെ ഇതിപ്പോൾ ഏത് ഇതാണേലും ഇതെല്ലാം ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് തന്നെയാണ്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു ഡീറെയിൽമെന്റ്, അല്ലെങ്കിൽ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതായി പോകുന്ന ഒരവസ്ഥയാണിത്. അപ്പം ആർക്കാണ് ഇത് വരാൻ സാധ്യത കൂടുതൽ? ഹൈ റിസ്ക് ഗ്രൂപ്പ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലിയിൽ ഈ അസുഖമുള്ളവരാണ് ഒന്ന് വരുന്നത്. അതായത് കുടുംബപരമായിട്ട് ആർത്രൈറ്റിസ് അമ്മയ്ക്കോ അച്ഛനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആർത്രൈറ്റിസ് വരാം. പിന്നെ അത് ആർത്രൈറ്റിസ് തന്നെ ആവണമെന്നില്ല. ഏത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിലും, പ്രത്യേകിച്ച് നമുക്ക് തന്നെ അവനവന് തന്നെ ഇപ്പം ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതും അതേസമയത്ത് വലിയ സിംറ്റംസ് ഇല്ലാത്തത് തൈറോയിഡാണ്. ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസ്, ഹൈപ്പർ തൈറോയിഡിസം വരുന്നത്. ഇതൊക്കെ വന്നിട്ടുള്ളവർക്കോ, അതൊരു ഗ്രേവ്സ് ഡിസീസ് ആണെങ്കിൽ, അത് ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ മിക്കവാറും ട്രീറ്റ് ചെയ്ത് നമ്മൾ ആ തൈറോയ്ഡ് ഗ്ലാൻഡിനെ റേഡിയേഷൻ എടുത്തോ അല്ലെങ്കിൽ സർജറി ചെയ്തോ കളയുമായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടുള്ളവർക്കും വരാൻ സാധ്യത കൂടുതൽ. അല്ലാതെ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വന്ന് നമ്മൾ ഈ തൈറോക്സിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ ആർത്രൈറ്റിസിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പം അതാണ് ഫാമിലിയിൽ ഉണ്ടാകണം, അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഏതെങ്കിലും ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ അവർക്കും വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഇതിലേക്ക് വരാൻ. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ഡീറെയിൽമെന്റ് ആണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിന് രണ്ട് വിങ്സ് ആണുള്ളത്. അതിൻ്റെ എന്തോ ഡിഫൻസ് ഉണ്ട്, ഹീലിംഗ് ഉണ്ട്. ഈ ഡിഫൻസ് അല്ലെങ്കിൽ പ്രതിരോധം, പിന്നെ രണ്ടാമത്തത് നമ്മളുടെ ഹീലിംഗ് അല്ലെ രോഗമുക്തി തരുന്നത്. അപ്പൊ ഈ പ്രതിരോധത്തിന്റെ പാർട്ടായിട്ട് അവർക്ക് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ വീട്ടിൽ ഉള്ളവരും നമ്മളുടെ കൂടെ ഉള്ളവർ നമ്മളുടെ എഗൻസ്റ്റ് ആയിട്ട് നമ്മളെ ഒരു ശത്രുവിനെ കാണുന്നത് പോലെ കാണുന്നു. അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. നമ്മുടെ പട്ടാളക്കാർ നമുക്ക് ഇന്ത്യൻ പട്ടാളം നമ്മളുടെ സിവിലിയൻസിനെ വെടിവെക്കുന്ന പോലെ അതാണ് ഇതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം യൂഷ്വലി ഒരു പെയിനൊക്കെ വരുമ്പോൾ നമ്മൾ അത്ര ഡയഗ്നോസ് എത്തിച്ചിട്ടില്ല. ഒരു ജോയിൻറ്റ് പെയിനൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ പെയിൻ കില്ലേഴ്സ്, അത് നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് ഡ്രഗ്സ് എന്ന് പറയുന്നത്, നമ്മൾ പാരസെറ്റമോള്, നെക്സ്റ്റ് ആണ് ബ്രൂഫന്, സൈക്ലോഫിനാക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ മരുന്നുകളുണ്ടല്ലോ. ആ മരുന്ന് രീതിയിലുള്ളതായിരിക്കും ഫസ്റ്റ് ലെവലായിട്ട് സാധാരണ ഒരു ചെറിയ പെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാരായിരിക്കും തരുന്നത്. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അത് സാധാരണ ഒരു ജോയിന്റ് പെയിനൊക്കെ വന്നാൽ 2-3 ദിവസം കൊണ്ട് മാറണം, കൂടി വന്ന ഒരാഴ്ചത്തെ മരുന്ന്. ആ മരുന്ന് കഴിച്ച് നിർത്തി കഴിഞ്ഞിട്ട് വീണ്ടും വേദന വരുന്നു. മരുന്ന് കഴിക്കുമ്പോൾ കുറേ പിന്നെയും വേദന വരുന്നു. അല്ലെ മരുന്ന് കഴിച്ചിട്ടും വലിയ കാര്യമില്ലാതെ വരുന്നൊരവസ്ഥ. അപ്പോഴാണ് നമ്മൾ യൂഷ്വലി ഇതിലേക്ക് ചിന്തിക്കുന്നത്. അപ്പം നെക്സ്റ്റ് ലെവൽ ഓഫ് പെയിൻ കില്ലേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ഓഫ് മെഡിസിൻസ് എടുക്കുന്നത് സ്റ്റീറോയിഡ് മെഡിസിൻസ് ആയിരിക്കും. പ്രെഡ്നിസോളോൺ, അങ്ങനെ കുറേ സ്റ്റീറോയിഡ് ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളുണ്ട്. അപ്പം അതും ഷോർട്ട് ടൈം ആയിരിക്കും യൂഷ്വലി തരുന്നത്. അപ്പം ചിലപ്പോൾ അതുകൊണ്ടുകൂടി അങ്ങ് ഒരു റിലാപ്സ് കിട്ടിയെന്നിരിക്കും. അത് പലപ്പോഴും നമുക്കൊരു സ്ട്രെസ് വരികയോ അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് മാറുകയോ ക്ലൈമറ്റ് മാറുകയോ ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും ഇത് പെട്ടെന്ന് വരാനുള്ള സാധ്യത. ചിലപ്പം ഈ പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ ഷോർട്ട് കോഴ്സ് സ്റ്റീറോയിഡ് എടുത്താൽ മാറിയെന്നിരിക്കും. പിന്നെ ലോങ് ടൈം എടുക്കേണ്ടി വരുമ്പോഴാണ് ആൻറ്റി മെറ്റബോളൈറ്റ് പോലെയുള്ള മോർ സ്ട്രോങ്ങർ ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതായത് ഇതെല്ലാം ഇൻഫ്ലമേഷൻ കൊണ്ടാണല്ലോ വരുന്നത്. അപ്പം അതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ഇതിൻ്റെ എല്ലാം മരുന്നുകൾ. അത് മെതോട്രെക്സേറ്റ്, സൾഫസെലസിൻ, ലെഫ്ലോനോമൈഡ്, HCQ, ഹൈഡ്രോക്സിക്ലോറോക്വിൻ, പിന്നെ TNF ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സെട്രോസിലുമാബ്, അഡിലുസിമാബ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇപ്പം ലേറ്റസ്റ്റ് മാബ്സ് ഗ്രൂപ്പിൽപ്പെട്ട കുറേ മരുന്നുകളുണ്ട്. അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് മരുന്നുകളാണ്. പിന്നെ അബാറ്റാസെപ്റ്റ്, അനാകൈൻഡ്ര എന്നൊക്കെ പറഞ്ഞ് കുറേ പുതിയ പുതിയ മരുന്നുകൾ ഇതിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പം ഇതിലെല്ലാം എന്താ ഇതൊക്കെ മോണോക്ലോണൽ ആന്റിബോഡി വിഭാഗത്തിൽപ്പെട്ടതാണ്. അല്ല റിറ്റുക്സിമാബ്, ടൊക്കോസ് സിലിമോബ് ഒക്കെ ഇതൊക്കെ വെരി എക്സ്പെൻസീവ്. ഇതിനെയൊക്കെ പറയുന്നത് ഡിസീസ് മോഡിഫൈങ് ഏജൻസ് ആയിട്ടാണ്. അതായത് DMARDs എന്ന് പറയും. അത്തരം മരുന്നുകൾ, അതായത് സാധാരണ മരുന്നൊന്നും എടുത്തിട്ടും പറ്റാത്തവർക്ക് ഈ മരുന്നുകളാണ് ഇരിക്കുന്നത്. പിന്നെ വേറൊരു ഗ്രൂപ്പ് എന്താണെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ആണ്. D2T എന്ന് പറഞ്ഞ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, D2T-RA എന്നും പറഞ്ഞു വരുന്നത്. അതിൽ ഈ മരുന്നൊന്നും ഏക്കുകയല്ല. 2, 3, 4 മരുന്നുകൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാലും അവരുടെ അസ്വസ്ഥതകളും അവരുടെ ജോയിന്റ് ഡിഫോമിറ്റീസും എല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ D2T-RA എന്ന് പറയുന്നത്. ഇപ്പം ചിലതിലൊക്കെ നമ്മളിപ്പോൾ എല്ലാത്തിലും ഒന്നും നമ്മൾ ഈ ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് നോക്കുന്ന RA ഫാക്ടറോ അല്ലെങ്കിൽ anti-CCP ഒന്നും പോസിറ്റീവ് ആകണമെന്നില്ല. അതിനെയൊക്കെ നെഗറ്റീവ് ആയിക്കൊണ്ടുള്ളതും വരാം. അപ്പോൾ അതിൽ നമുക്ക് ഏതാണ് ആൻറ്റിബോഡി കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്നേരത്തിൽ പേഷ്യൻ്റ് സിംറ്റംസ് ഉണ്ടാകുമ്പോൾ അത് സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് ഗ്രൂപ്പ് എന്നുള്ള ഒരു ഡയഗ്നോസിൽ. പക്ഷെ ട്രീറ്റ്മെൻറ്റ് ഏതാണേലും ഒന്ന് തന്നെയാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. സ്മോളർ ലെവലിലുള്ളതിന് പറ്റിയില്ലെങ്കിൽ സ്ട്രോങ്ങർ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ഇതിൽ ഒന്നും പറ്റാതെ വരുന്നവരെയാണ് D2T-RA എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്താണ് സൊല്യൂഷൻ, എന്താണ് ഇതിന് പരിഹാരം എന്നുള്ളത്. അപ്പോൾ പലതും കൊണ്ട് D2 അത് തന്നെ അതായത് ഒന്നുകൊണ്ടും ബെനിഫിറ്റ് വരാത്ത പോലെയുള്ള പേഷ്യൻസ് ഉണ്ട്. ബേസിക്കലി നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ജീവിതശൈലി രോഗമാണ്. അതാണ് ഇതിനകത്താണ് പറ്റിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താ, ഇൻഫ്ലമേഷൻ കൂടുതലാണ്. അപ്പം നമ്മൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കുക, നമ്മളുടെ ഹീലിംഗ് ആക്ടിവിറ്റീസ് കൂട്ടുക. ഇതിപ്പം ഇൻഫ്ലമേഷൻ കൂടിയും ഹീലിംഗ് കുറഞ്ഞു ഇരിക്കുമ്പോഴാണ് ഹീലിംഗ് പോസിബിലിറ്റീസ്. ഇപ്പം നമ്മൾ ഇൻഫ്ലമേഷനും ഹീലിംഗും പാരലായിട്ട് ഒപ്പത്തിനൊപ്പമാണ് നിൽക്കേണ്ടത്. അതായത് ഒരു അറ്റാക്ക് വന്നു, അതിന് നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമ്മൾ എല്ലാ രോഗത്തിലും എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ബാക്ടീരിയ കയറിയാലും വൈറസ് കയറിയാലും കെമിക്കൽ പോയിസൺ വന്നാലെല്ലാം നമ്മുടെ സെല്ലുകൾക്ക് ഡാമേജ് വരുവാണ്. സെല്ലുകൾക്ക് ഡാമേജ് വന്ന് അതിനെ മാറ്റി പുതിയതുണ്ടാക്കണം. അപ്പം നമുക്ക് ഒന്ന് ഇങ്ങനത്തെ അസുഖത്തിൽ നമ്മൾ വരുന്ന ഒന്ന് സെല്ലുകൾക്ക് ഡാമേജ് വരുത്തുന്ന ആരാന്ന് നോക്കണം. ഇങ്ങനെയുള്ള രോഗമുള്ളവർക്ക് പലപ്പോഴും നമ്മൾ സാധാരണ കഴിക്കുന്ന പല ഫുഡും അവർക്ക് പറ്റില്ലായിരിക്കും. അതിനകത്ത് പല മെക്കാനിസംസ് പറയുന്നുണ്ട്. ലീക്കി ഗട്ട് സിൻഡ്രോം, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ ഡൈജസ്റ്റ് ചെയ്യാതെ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ, പല മെക്കാനിസംസ് അതിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ചില ഫുഡ് അവർക്ക് പറ്റാതെ വരും. അപ്പം അതിന് ഏറ്റവും എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അത് ഇതിനല്ല, വേറൊരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടുള്ള സീലിയാക് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സീലിയാക് ഡിസീസ് ഉള്ളവർക്കും ഈ ആർത്രൈറ്റിസ് വരാനും ചാൻസ് കൂടുതലാണ്. അപ്പം അതിൽ നമ്മൾ ഗ്ലൂട്ടൻ, ഈ ഗോതമ്പിലുള്ള ഒരു പ്രോട്ടീനാണ്, അത് നമ്മളുടെ ബോഡിയിൽ വരുന്നത് കൊണ്ട് അത് അബ്സോർബ് ചെയ്ത് ആ ഗ്ലൂട്ടൻ കാരണമാണെന്നാണ് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മളുടെ ഈ ഗ്ലൂട്ടൻ പ്രോട്ടീൻ ആണല്ലോ, ഇത് പോയി നമ്മുടെ ജോയിന്റിലും ഈ പ്രോട്ടീൻ വെച്ചാണല്ലോ നമ്മളുടെ ഈ ടെൻഡൻസും മസിലും എല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഇത് അതിനകത്ത് വന്നു കഴിയുമ്പോൾ അതിനെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ശത്രുവിനെ പോലെ കാണാൻ തുടങ്ങും. പിന്നെ ചിലതരം വൈറ്റമിൻസിൻ്റെയൊക്കെ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ചില കെമിക്കൽ അതിനകത്തെ ഒരു മോളിക്കുലാർ ലെവലിൽ അല്ലെങ്കിൽ സെല്ലുലാർ ലെവലിൽ ചെറിയ ചേഞ്ചസ് വരും ഈ പ്രോട്ടീന്. അപ്പം ആ പ്രോട്ടീനെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ശരിയല്ല എന്ന് മനസ്സിലാക്കി അതിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് കൊണ്ടാണ് ഇത് വരുന്നതെന്നൊക്കെയാണ് പുതിയ കൺസെപ്റ്റ്സ് ഒക്കെ വരുന്നത്. ആ രീതിയിലാണ്. ഇപ്പോൾ ഒന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം നമ്മളുടെ ഫുഡ് ഏതാണ്, പറ്റുന്ന ഏതാണ്, പറ്റാത്ത ഏതാണെന്ന് കണ്ടുപിടിച്ചെടുക്കേണ്ടി വരും. പിന്നെ ഓവർ വെയിറ്റ്, നമ്മുടെ ബോഡിയിൽ ഒത്തിരി ഫാറ്റ് കൂടുതലുണ്ട്, ആ ഫാറ്റിൻ്റെ കോമ്പോസിഷനാണ് പിന്നെ ഏറ്റവും പ്രധാനം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്ന omega-3, 6 എന്ന് പറയുന്ന 2 ഫാറ്റാണ്. ഒരു വൈറ്റമിൻ പോലെ ആക്ട് ചെയ്യുന്നതാണ്. നമ്മളെല്ലാവരും കേട്ടിട്ട് കാണും omega-3, 6. അപ്പം ജനറലി നമ്മുടെ ഫുഡിൽ omega-3 തീരെ കുറവും omega-6 പ്രത്യേകിച്ച് നമ്മുടെ മോഡേൺ ഫുഡിൽ ഒത്തിരി കൂടുതലുമാണ്. ഇപ്പം നമ്മൾ ഈ കഴിക്കുന്ന നട്ട്സ്, കശുവണ്ടി, കപ്പലണ്ടി, ബദാം, പിസ്റ്റ, ഇതിലെല്ലാം നമുക്ക് ഒത്തിരി omega-6 കൂടുതലാണ്. omega-3 ആകെ നമ്മൾ ഈ കഴിക്കുന്ന ചാളയിലും ഇച്ചിരി ലീഫി വെജിറ്റബിൾ അല്ലെ ഉലുവ, ഉഴുന്ന്, അതിലൊക്കെ ഉള്ളൂ. അപ്പം omega-3 കൂടുതലും omega-6 ഒത്തിരി കൂടുതലും ഉള്ള, അതായത് നമ്മളുടെ ഫുഡിൽ ജനറൽ ഫുഡിൽ omega-3 തീരെ കുറവും omega-6 ഒത്തിരി കൂടുതലും ആകുന്നുണ്ട്. ഇൻഫ്ലമേഷൻ കൂടുന്നു. omega-3 ആണ് ഹീലിംഗ് കൊടുക്കേണ്ടത്, അത് കുറഞ്ഞിരിക്കുക. ഹീലിംഗ് അല്ലെങ്കിൽ പുതിയ സെൽസ് ഉണ്ടാക്കാനുള്ള നമ്മുടെ ബോഡിയുടെ കപ്പാസിറ്റി കുറഞ്ഞു പോകുന്നു. പിന്നെ ഇത്തരം രോഗികളിൽ മിക്കവാറും പല വൈറ്റമിൻസും മിനറൽസും എല്ലാം കുറവുമായിരിക്കും.
അപ്പം ഇത് രണ്ടും കൂടെ വരുമ്പോൾ അപ്പം വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും എല്ലാം കറക്റ്റ് പ്രൊപ്പോർഷന് കിട്ടുമ്പോഴാണ് നമ്മുടെ ഹീലിംഗ്, അതായത് പുതിയ കേടായിട്ടുള്ളതിനെയൊക്കെ മാറ്റി പുതിയത് ഉണ്ടാക്കാനുള്ളത് പറ്റാതെ വരുന്നു. ഇതെല്ലാം കൂടെ കൂടിയാണ് നമ്മളെ രോഗത്തിലേക്ക് വരുത്തുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ ഇതെല്ലാം ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലി കറക്റ്റ് ചെയ്ത് നമ്മൾ ഈ രോഗത്തിൽ നിന്ന് മാറാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതില് ഈ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള പേഷ്യൻസിന് അതിന് സപ്പോർട്ടും കൂടി ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പം പലപ്പോഴും അവർക്ക് ഓവർ വെയിറ്റ് ഉണ്ടെങ്കിലും ജോയിന്റ് ഫിക്സ്ഡ് ആയിരിക്കും, ഒന്നും അനങ്ങാൻ പോലും പറ്റില്ല. അപ്പൊ സാധാരണ എക്സസൈസ് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല, നടക്കാൻ പോലും പറ്റില്ലായിരിക്കും. ഒന്നെഴുന്നേറ്റ് നമ്മളുടെ പ്രൈമറി നീഡ്സ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും പലരും. പിന്നെ അല്ലെങ്കിൽ തന്നെ ഇപ്പം എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് അത്ര എളുപ്പമാവില്ല. അപ്പം നമുക്ക് അവർക്ക് പെയിൻ്റെ റിലീഫും കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് അവർക്ക് പറ്റാത്ത ഫുഡ് ഏതാ, എന്തുകൊണ്ട് ഇത് വന്നു, ബോഡിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിൻസ് ഒക്കെ കളയണം. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ആയിട്ടുള്ള, അപ്പോൾ ഏതെങ്കിലും നമുക്ക് അതിന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനൊരു സപ്പോർട്ട് കൂടി കിട്ടണം. ബേസിക്കലി ഞാൻ ബേസിക്കലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് വളരെ വെരി ഗുഡ് റിസൾട്ട്സ് ആണ് ഇതിനകത്ത് കാണുന്നത്. ഈവൻ ഈ ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ടൈപ്പ് ഓഫ്, അതായത് എല്ലാ മരുന്നും എടുത്തുകൊണ്ടിരിക്കുന്ന എന്നാലും വേദനയായിട്ടിരിക്കുന്നവർക്ക് പോലും നമുക്ക് മിക്കവാറും എല്ലാ മരുന്നുകളും വിതിൻ 2 to 3 months എല്ലാ മരുന്നുകളും വിത്ഡ്രോ ചെയ്യാൻ പറ്റാറുണ്ടെന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്ന് മോചനം നേടാനും സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കും. അടുത്തത് ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയാനുമാണ് ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് ഉത്തമമായി പ്രവർത്തിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ
എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണങ്ങളുണ്ട്. എന്താണ് ഈ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം പോലുള്ള രോഗമുള്ളവർക്ക് വന്നിരിക്കുന്ന ബെനിഫിറ്റ്സ് എന്നാണ്. ബേസിക്കലി പല രീതിയിലുള്ള പേഷ്യൻസിനെ കാണാറുണ്ട്. ചിലർ എങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ അധികം ഈ ഇമ്മ്യൂണോസപ്രസൻസ് എടുക്കുന്നുണ്ടാവും. അതിനകത്ത് സ്റ്റിറോയിഡ് ഉണ്ടാകും, പിന്നെ മെത്തോട്രിക്സേറ്റ് ഉണ്ടാകും. ചിലർ MMF എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞവർക്ക് വേണ്ടി കൊടുക്കുന്ന മരുന്നുണ്ടാവും. പിന്നെ HCQ ഉണ്ടാവും. അതിനൊരു 3-4 മരുന്നുണ്ടാവും ഇതിന് തന്നെ, ആർത്രൈറ്റിസിന് തന്നെ. അതുകൂടാതെ അവർക്ക് മറ്റു മരുന്നുകളും ഉണ്ടാവും. പലപ്പോഴും പ്രഷറിനും ഷുഗറിനും ടൈപ്പ് 2 ഡയബറ്റീസിനും ഒക്കെ കൂടെ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളും ഉണ്ടാവും. ഇങ്ങനെയാണ് സാധാരണ. ഒരു ആർത്രൈറ്റിസ് മാത്രമായിട്ട് കാണുന്നത് വളരെ കുറവാണ്. മറ്റു രോഗങ്ങളും ഉണ്ടാവും, അതിനൊപ്പം ആർത്രൈറ്റിസും ഉണ്ടാവും. അപ്പൊ ചിലര് വെരി സ്റ്റേബിൾ, ഇങ്ങനെ മരുന്നിൽ കുഴപ്പമില്ലാതെ പോകുന്നു, എന്നാലും വേദനയൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ മറ്റസുഖങ്ങളും ഉണ്ടാവും. അതാണ് ഒരു ഗ്രൂപ്പ് വരുന്നത്. പിന്നെ ചിലർക്ക് കുറച്ചൊക്കെ മരുന്നുണ്ടെങ്കിൽ തന്നെ ഒട്ടും ബെനിഫിറ്റ് ഇല്ല. മാസം ഒരു ഇഞ്ചക്ഷന് തന്നെ 20,000 രൂപ 30,000 രൂപയൊക്കെ വരുന്ന ഇഞ്ചക്ഷൻസ് എവരി മന്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്, എന്നാലും സുഖമില്ല, അസ്വസ്ഥതയും ഒക്കെ നിലനിൽക്കുന്നവർ, ഈ ലേറ്റസ്റ്റ് മാപ്സും മിഡ്സും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവരും അങ്ങനെയുള്ളവർ കാണാറുണ്ട്. പിന്നെ ഇതിൻ്റെ ചിലരാണ് ഇതിൻ്റെ കൂടെ സോറിയാസിസ് പോലെയുള്ള സോറിയാറ്റിക് ആർത്രൈറ്റിസും ഒക്കെ, കാരണം ഇതെല്ലാം ഒരേ ഗ്രൂപ്പിലാണല്ലോ വരുന്നത്. പിന്നെ അതിൻ്റെ ചിലരാണെങ്കിൽ അതിൻ്റെ കൂടെ ലങ്സിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നവർ, ഇൻഡസ്ട്രിഷ്യൽ ഫൈബ്രോസിസ് പോലെയുള്ളവർ, അതുപോലെ ഇൻഡസ്റ്റൈനൽ പ്രോബ്ലം IBS പോലെയും ഗ്യാസും അസിഡിറ്റിയും അതുള്ളവരുണ്ടാവും. പിന്നെ ഈവൻ യൂവിയൈറ്റിസും കണ്ണിന് സ്ലിറൈറ്റിസും അതിൻ്റെ കൂടെ ഈവൻ കോർണിയ പോലും അൾസറേഷൻ വന്നു തുടങ്ങിയിട്ടുള്ളവർ, ഇങ്ങനെയൊക്കെ പല ലെവലിലുള്ളവരെയും കാണാറുണ്ട്. അപ്പം ബേസിക്കലി ഇതിലെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ ഫുഡാണ് കൊടുക്കുന്നത്. നമ്മൾ ടെസ്റ്റുകളൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മിനിമം നമ്പർ ഓഫ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അതേസമയത്ത് എല്ലാ ന്യൂട്രീഷനും ഉള്ള ഫുഡ് കൊടുക്കും. പിന്നെ ജെന്റിലായിട്ട് കിടന്നുകൊണ്ടുള്ള എക്സസൈസുമാണ്. പിന്നെ ഇപ്പോൾ പേഷ്യൻ്റ് വെരി സിംറ്റം, മരുന്ന് ഒന്നും ഇല്ലാത്തവരെയും കാണാറുണ്ട്. അത് മരുന്നൊന്നും കഴിക്കുന്നില്ല, പക്ഷെ സിവിയർ ഇതായിരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ളവർക്ക് അപ്പോൾ അവർ കുറേ ഇംഗ്ലീഷ് മെഡിസിൻ എടുത്ത് കാണും, ആയുർവേദം എടുത്ത് കാണും, ഹോമിയോ എടുത്ത് കാണും, നാച്ചുറോപ്പതി ചെയ്ത് എല്ലാവരും മടുത്തവരാണ് കൂടുതൽ പേരും വരുന്നത്. കാരണം ഇതൊരു ക്രോണിക് ഡിസീസാണല്ലോ, ഭയങ്കര ഡെബിലിറ്റേറ്റിംഗ് ഡിസീസ്, അല്ലെങ്കിൽ ഒത്തിരി ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയ്ക്കുന്ന ഡിസീസ് എന്ന് പറയാൻ പറ്റും. അപ്പം മിക്കവാറും നമ്മൾ ഇപ്പം ഡയബറ്റീസോ അങ്ങനത്തെ മരുന്നുകൾ എടുക്കുന്നവരാണ്, ടൈപ്പ് 2 ആണോ എന്ന് നോക്കി ആ മരുന്നുകളെല്ലാം നിർത്താം. അതിൻ്റെ കൂടെ നമ്മൾ ആദ്യമേ തുടങ്ങുമ്പോൾ തന്നെ പേഷ്യൻ്റ് മറ്റേ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് സംബന്ധിച്ചുള്ള മരുന്നുകൾ കുറയ്ക്കാറില്ല തുടങ്ങുമ്പോൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ അത് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ മിക്കവാറും ഇതിന് വീക്ക് പേഷ്യൻ്റ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുണ്ടാകും. അപ്പോൾ ഓരോരോ മരുന്നുകൾ സ്റ്റിറോയിഡ്സ് ആയിരിക്കും. ഈ പ്രെനിസോളോൺ പോലുള്ള സ്റ്റിറോയിഡ്സ് ആദ്യം കുറയ്ക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെത്തോട്രെക്സേറ്റ് ഒക്കെ പോലെയുള്ളതുണ്ടെങ്കിൽ മെത്തോട്രെക്സേറ്റ് ചിലപ്പം ചിലർക്ക് 20-25 മില്ലിഗ്രാം ഒക്കെ ആയിരിക്കും. ആഴ്ചയിൽ ഒന്നാണ് കഴിക്കുന്നത്, 1-2 വെച്ചായിരിക്കും കഴിക്കുന്നത്. അതിൻ്റെ ഡോസ് ആദ്യം കുറച്ചുകൊണ്ട് വന്നു, പിന്നെ ഫ്രീക്വൻസി കുറച്ചുകൊണ്ട് വന്ന്, അങ്ങനെയാണ് ഓരോന്നുമായിട്ട് കുറച്ചുകൊണ്ട്. അതായത് പേഷ്യൻ്റ് സിംറ്റമാറ്റിക് റിലീഫ് കിട്ടുന്നതനുസരിച്ചായിരിക്കും ഈ ഇമ്മ്യൂണോസപ്രസൻസ് പോലെയുള്ള മരുന്നുകൾ കുറച്ചുകൊണ്ട് വരുന്നത്. യൂഷ്വലി ഒത്തിരി മരുന്ന് തുക്ക പോലെയുള്ളത് ഒരു 2 മാസം 3 മാസം ഒക്കെ വേണ്ടി വരാം. അത് ഈ മെത്തോട്രെക്സേറ്റ് ഒക്കെ പോലെയുള്ള, അപ്പോൾ 20 മില്ലിഗ്രാം ആണെങ്കിൽ അത് ആദ്യം 10 ആക്കും, 5 ആക്കും, 2.5 ആക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ആഴ്ചയിൽ ഒന്നുള്ള ആഴ്ച 2 ആണെങ്കിൽ 1 ആക്കും, പിന്നെ 2 ആഴ്ച കൂടുതലാക്കും. അങ്ങനെ ആ ലാസ്റ്റ് മെത്തോട്രെക്സേറ്റ് ആയിരിക്കും മിക്കവാറും ഇങ്ങനെയുള്ളവർക്ക് വിത്ഡ്രോ ചെയ്യേണ്ടി വരുന്നത്. അതിനാണെങ്കിൽ ചിലപ്പോൾ ഒരു 2 മന്ത്സോ 3 മന്ത്സോ മാക്സിമം വേണ്ടി വരും. അതിന് മുമ്പിൽ കുറച്ചുകൊണ്ട് വന്ന് നമുക്ക് നിർത്താൻ പറ്റാറുണ്ട്. പിന്നെ ചില പേഷ്യൻസ് ആണെങ്കിൽ ഇങ്ങനെ കിടക്കാൻ, ഇപ്പം നേരെ കിടക്കാൻ പറ്റും, അല്ലെങ്കിൽ കമന്ന് കിടക്കാൻ പോലും പറ്റാത്ത പേഷ്യൻസ്, കമന്ന് കിടന്ന് നമ്മൾ എക്സസൈസ് വരുമ്പം നമ്മൾ കിടന്നുകൊണ്ടാണേലും ചെയ്ത് എല്ലാ ജോയിൻറ്റിൻ്റെയും ഫ്ലെക്സിബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്.
ഇപ്പം ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു പേഷ്യൻ്റ് ഒരു തിങ്ക് ഒരു 55-year-old ലേഡിയാണ്. ഒരു കാര്യം പറഞ്ഞാൽ ഒത്തിരി വണ്ണമൊന്നുമില്ല, മെലിഞ്ഞാണ് ഇരിക്കുന്നത്. വരുമ്പോൾ തന്നെ ഇങ്ങനെ പിടിച്ച് കഷ്ടപ്പെട്ടേ വരാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ആദ്യമൊന്നും കമന്ന് കിടന്നുള്ള എക്സസൈസ് പോലും ചെയ്യാനോ ഇങ്ങനെ ചെരിഞ്ഞ് കിടന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. സെക്കൻഡ് വീക്ക് ആയപ്പോഴേക്കും ചെരിഞ്ഞ് കിടന്ന് തയ്യാറായി. തേർഡ് വീക്ക് ആയപ്പോഴേക്കും അവർക്ക് കമലാനും പറ്റുന്നുള്ള ഒരു സ്റ്റേജായി. ആദ്യമൊന്നും ആരെങ്കിലും കമത്തി കിടത്താൻ പോലും പറ്റിയാൽ പോലും സേഫ്, കാരണം അത്ര സ്റ്റിഫായിട്ടുള്ള ജോയിൻ്റാണ്. അപ്പോൾ ആക്ച്വലി ഇപ്പം തിങ്ക് 90 ഡേയ്സിൻ്റെ റിവ്യൂവിന് വന്നു കഴിഞ്ഞപ്പം അത് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റായിട്ട് വരാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വേറൊരു പേഷ്യൻ്റ് ഞാൻ ഓർക്കുന്നവർക്ക് അദ്ദേഹത്തിനാണെങ്കിൽ സോറിയാസിസും കൂടെ ഉണ്ട്. അപ്പോൾ സോറിയാസിസ് കാലയിലെല്ലാം സോറിയാറ്റിക് ആർത്തറി കയ്യിലും എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ ജോയിൻസ് എല്ലാം ഇതാണ്. അദ്ദേഹം മരുന്നുകളൊന്നും കഴിക്കുന്നു, മരുന്നുകളല്ല ആയുർവേദ മരുന്നുകളായിരുന്നു കഴിക്കുന്നത്, ഇംഗ്ലീഷ് മെഡിസിൻസ് ഇല്ല. അപ്പം ഇംഗ്ലീഷ് മെഡിസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇംഗ്ലീഷ് മെഡിസിൻ്റെ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് എടുത്താൽ ഡിഫോമിറ്റി വരികയില്ല യൂഷ്വലി. അപ്പം ഈ വളഞ്ഞു പോകും അങ്ങനത്തെ ഉണ്ടല്ലോ, അത് നമുക്കൊരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ മരുന്ന്. പക്ഷെ മരുന്നിന് അതിൻ്റെതായ സൈഡ് എഫക്റ്റ് വരും യൂഷ്വലി. അതിങ്ങനെ ലോങ് ടൈം എടുക്കുന്നവരുടെ ഈ ജോയിൻറ്റിന് പെയിനും ഒക്കെ ഉണ്ടെങ്കിലും ഡിഫോമിറ്റീസ് അധികം ഉണ്ടാവില്ല. മറ്റേതൊക്കെ ഉള്ളവർ പലരുടെയും ഒത്തിരി ജോയിൻസ്, ഇപ്പോൾ കൈയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിക്കാൻ പോലും പറ്റില്ല, പല മൂവ്മെൻറ്റ്സും പറ്റാതെ വരുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ തന്നെയാണെങ്കിലും ഇന്ന് വിരലുകളൊക്കെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളഞ്ഞു, പക്ഷെ അതൊക്കെ തന്നെ ഒരു പരിധി വരെ നമുക്ക് കുറച്ചുകൊണ്ട് വന്ന് ഈവൻ ഫ്ലെക്സിബിലിറ്റിയൊക്കെ വീണ്ടെടുക്കാനും പറ്റാറുണ്ട്. പക്ഷേ ഇപ്പം ഈ ന്യൂട്രോയിഡ് ആർത്രൈറ്റിസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി നാളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻഫ്ലമേഷൻ വന്നിട്ട് ഈ ജോയിൻറ്റ് ഫിക്സായി പോകും, അതുപോലെ ബോണിനെയും കൂടെ എഫക്റ്റ് ചെയ്ത് പോകും. ബോണ് തമ്മിൽ ഫ്യൂസ് ചെയ്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഏർലി സ്റ്റേജിലൊക്കെ ഉള്ളതാണെങ്കിൽ ബോൺ ഫ്യൂസ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പം ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ശരിക്കും. പക്ഷെ അതെടുക്കാൻ താമസം വരുന്നുണ്ട്, അതിനുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് എടുക്കുന്നത് നല്ലതാണ്. കാരണം ഫിക്സിറ്റി വരാതെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പം ഫിക്സിറ്റി വന്നിട്ടില്ലെങ്കിൽ പിന്നെ വളരെ എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്ത ഫുഡ് നമുക്ക് ഒഴിവാക്കിയേ പറ്റുള്ളൂ. ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിൽ എല്ലാത്തിലും പ്രത്യേകിച്ച് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കാണുന്നത്. അപ്പം ചിലർക്ക് ഗോതമ്പും മൈദ ഗ്ലൂട്ടൻ ഒന്നും പറ്റില്ലായിരിക്കും, ചിലർക്ക് ഇവൻ അരി പോലും പറ്റാത്തുണ്ടാവും. അപ്പം അങ്ങനെയുള്ളതിൽ നമ്മൾ ആ സാധനങ്ങൾ ഒഴിവാക്കി പറ്റുള്ളൂ. പിന്നെ ചെറിയ നിലയിലുള്ള അലർജിയൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ഒത്തിരി ഓവർ വെയിറ്റ് ഉണ്ടായിരുന്നു, അവരിപ്പം വെയിറ്റ് കുറച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ അലർജി ലെവൽ നല്ല വ്യത്യാസം വരാം. അതായത് നമ്മളുടെ നോർമൽ സാധനങ്ങളോട് അബ്നോർമലായിട്ട് റിയാക്ട് ചെയ്യുന്നതാണല്ലോ ഒരു സൈഡ്. അപ്പം അതിൽ ചിലപ്പോൾ കുറച്ച് വ്യത്യാസം വരാം. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം 3 months, ഇപ്പം ഞാൻ ഈ പറഞ്ഞ മറ്റേ ലേഡി അവർ 3 months ആയി ഒട്ടും പറ്റാതിരുന്ന ആൾ കംപ്ലീറ്റ്ലി ഫ്ലെക്സിബിളായി വീട്ടിലെ കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ സഹായം ഇല്ലാതെ, അതായത് അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് പോലും സഹായം ഇല്ലാതെ പറ്റാത്തവരാണ്. പക്ഷെ അവർക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇനിയും പഴയ എക്സസൈസ് ചെയ്യാതെ ഫ്ലെക്സിബിൾ ഇല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ബെഡിൽ കിടന്ന് ചെയ്യുന്നതാണെങ്കിൽ എക്സസൈസ് അത് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഫുഡിൽ പറ്റാത്തതെന്നുള്ളത് ഒഴിവാക്കണം. നമുക്ക് പറ്റുന്ന ഭക്ഷണം കഴിച്ച് നമ്മൾ മോഡറേറ്റായിട്ട് എക്സസൈസ് ചെയ്താൽ നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. പിന്നെ ചിലരുടെ കൊണ്ട് ഈ എത്ര ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓട്ടോഇമ്യൂൺ ആൻറ്റിബോഡി CCPയും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും ഒക്കെ നമ്മൾ അതും കൂടെയാണ് നോക്കുന്നത്. യൂഷ്വലി പലരുടെയും ഈ CCPയും റുമറ്റോയ്ഡ് RA ഫാക്ടറും എല്ലാം കുറഞ്ഞു വരും. ചിലരുടേത് കുറയാൻ കുറച്ചും കൂടെ വർഷങ്ങളായിട്ടുള്ളൊരു കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. വേറൊരു ലേഡി ഞാൻ ഓർക്കുന്നു, അവർ യങ്ങാണ്, 47-48 ഉള്ളൂ. പക്ഷെ വർഷങ്ങളായിട്ട് രാവിലെ ഒന്ന് എഴുന്നേക്കാൻ പോലും ഹസ്ബൻഡിൻ്റെ സഹായം വേണം. അപ്പോൾ അവർ പറയുമായിരുന്നു, ഞാൻ എന്തിനാ എല്ലാവർക്കും ഇങ്ങനെ കഷ്ടപ്പാടായിട്ടിരിക്കുന്നത്, ഹസ്ബൻഡ് ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് മാത്രമാണ്. പല റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും പേഷ്യൻസും പറയാറുണ്ട് അവർക്ക് അത്ര ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷെ ഫസ്റ്റ് വിസിറ്റ് വന്നപ്പോൾ തന്നെ 1 week കഴിഞ്ഞപ്പോൾ തന്നെ അവർ മച്ച് ബെറ്ററായി. ഒരു 2 to 3 months, ഒരു 1 month ആയപ്പോഴേക്കും തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളെല്ലാം ഒന്നും, അല്ലെങ്കിൽ എല്ലാത്തിനും ഹെൽപ്പ് വേണ്ടവർക്ക് എല്ലാം സ്വയം ചെയ്യാറായി. പക്ഷെ നമ്മൾ തെറ്റി. ഇപ്പം പ്രത്യേകിച്ച് എല്ലാവർക്കും പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സദ്യയൊക്കെ പുറത്തുനിന്നൊക്കെ പോയി, ഇപ്പം സദ്യയോ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെയൊക്കെ ഫുഡ് നമ്മൾ നോക്കാതെ എന്ത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ തിരിച്ചു വരാം. അപ്പം ഞാനൊരു ഒരു ഒരു US നിന്നുള്ളൊരു പേഷ്യൻ്റാണ്. അദ്ദേഹം അവിടെ നിന്നുള്ള മരുന്നൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് പ്രഷറും ഉണ്ട്, ഷുഗറും ഉണ്ട്, ആർത്രൈറ്റിസ് ആണ് മേജർ പ്രോബ്ലം. പ്രഷറും ഷുഗറും ഒക്കെ മരുന്നിൽ ദേ ആർ നോട്ട് ബോതഡ്. അപ്പം അദ്ദേഹം ഇവിടെ വന്നു. ഐ തിങ്ക് ഒരു മാസം എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. എല്ലാ മരുന്നും തീർന്നു തിരിച്ചുപോയി. ഒരു സ്ട്രോങ് മെഡിസിനാണ് ഈ ഡിസീസ് മോഡിഫൈയിങ് വിഭാഗത്തിൽപ്പെട്ട മരുന്നായിരുന്നു എടുത്തുകൊണ്ട്. എല്ലാം തീർന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ബർത്ത്ഡേ 60 years ബർത്ത്ഡേ പാർട്ടി എന്തായിരുന്നു. ആ പാർട്ടി കഴിഞ്ഞ് അന്ന് ഈ കോൾഡ് ഇതും പിന്നെ ഫുഡും ഡ്രിങ്ക്സും എല്ലാം കൂടെ വരുമല്ലോ. നെക്സ്റ്റ് ഡേ ഹി വാസ് സിക്കായിപ്പോയി. അപ്പം പിറ്റേ ദിവസം എഴുന്നേക്കാൻ ബുദ്ധിമുട്ട് വന്നു. അതേസമയത്ത് അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ പ്രിക്കോഷനായിട്ട് ചിലപ്പോൾ മെഡിസിൻസ് എടുക്കേണ്ടി വരും. അതായത് നമുക്ക് ജീവിതശൈലി കറക്റ്റായിട്ട് നോക്കാൻ പറ്റിയില്ല, നമ്മൾ എന്തെങ്കിലും ഫുഡോ അങ്ങനെ ഉള്ളപ്പോൾ നമ്മളതിനൊരു പ്രിക്കോഷനായിട്ട് പ്രൊഫിലാക്റ്റിക് ആയിട്ട് ആ ഷോർട്ട് ടൈം ചിലപ്പോൾ എടുക്കേണ്ട വരാം. ഇങ്ങനെ വരുമ്പോൾ നോക്കി ഇപ്പം എത്ര നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോൾ തെറ്റിയൊക്കെ പോയെന്നിരിക്കും. പറഞ്ഞ പോലെ ഒരു ബർത്ത്ഡേ പാർട്ടിയും അതൊക്കെ അങ്ങനെയൊക്കെ വന്നു പോകില്ലല്ലേ, മക്കളുടെ കല്യാണം അല്ലെ ഫ്രണ്ട്സിൻ്റെ അങ്ങനെയൊക്കെ വരുമ്പം ആ തെറ്റിച്ച ഡെഫിനറ്റ്ലി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതും കൂടി ഒരു പ്രിക്കോഷൻ എടുത്ത് ഇത് വരാനുള്ളത് നമ്മൾ ചെയ്യുമ്പം നമ്മൾ അറിയണം നമ്മൾ തെറ്റിക്കുകയാണ്. അപ്പോൾ ആ ഷോർട്ട് ടൈമിന് വേണ്ടി നമ്മൾ ഷോർട്ട് കോഴ്സായിട്ട് മരുന്നെടുത്തിട്ട് പിന്നെയും അതിനകത്തുനിന്ന് ഓവർകം ചെയ്യേണ്ടി വരും. അപ്പം ജീവിതശൈലി നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മളെല്ലാം പിന്നെ മറക്കാം. 3 മാസം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പിന്നെ എന്തും ആകാമെന്ന് പറ്റില്ല. അതാണ് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ പഠിക്കുകയാണ് ഇത്. നമ്മളുടെ ബോഡിയെ എങ്ങനെ മാനേജ് ചെയ്യാം. നമ്മുടെ ബോഡിയുടെ മാനേജറാണ് നമ്മൾ. അപ്പം അതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പഠിപ്പിക്കുകയാണ് ഇന്ന്. ആ പഠിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ സെൽഫ് മാനേജ് ചെയ്യാം. അതാണ്. അപ്പോൾ ഒരു 3 to 6 months കോഴ്സാണെന്ന് കണക്കാക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമ്മൾ മാക്സിമം പഠിച്ചെടുത്ത് അതനുസരിച്ച് നമ്മളുടെ ബോഡിയുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കി ജീവിക്കാനായിട്ട് അതിനനുസരിച്ച് ഫുഡ് കഴിക്കുക, അതിനനുസരിച്ച് എക്സസൈസ് ചെയ്യുക, പറ്റുന്ന പോലെ മാനേജ് ചെയ്യാൻ നോക്കുക. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നതും നല്ലതാണ്. താങ്ക് യു.